Thank you, Dilip Bhatta, for choosing this movie. ടൈറ്റിൽ കാർഡ് മുതൽ ക്ലൈമാക്സ് വരെ ഒരു ദിലീപ് ചിത്രത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് മൊത്തം ഈ ചിത്രത്തിലുണ്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു ദിലീപ് ചിത്രം ട്രെയിലർ പോലും കാണാതെ നേരെ തിയേറ്ററിലേക്ക് പോകുന്നത്. രാവിലെ ഞാൻ ആക്ച്വലി സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂയുടെ തുടക്കം കണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ടൈറ്റിൽ കാർഡുണ്ട്, ഭയങ്കര എമോഷണലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു വെച്ച് എനിക്കത് കേട്ടപ്പം ഭയങ്കര ഒരു കൗതുകം തോന്നി, എന്താണൊന്ന് കണ്ടു കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ശരിക്കും പറയാമല്ലോ, ഈ സിനിമ പോയി കണ്ടിട്ടുള്ളവർ ആ ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ കുട്ടിക്കാലം നമ്മളെ കൺമുമ്പിൽ എത്തും. ഇനി സിനിമയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ചർച്ച ചെയ്യേണ്ട കുറേ ടോപ്പിക്സാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറി പലയിടത്തും കുറച്ച് പ്രഡിക്റ്റബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്താലും പക്ഷേ ആ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ വേറൊരു വേർഷനിലേക്കാണ് പതുക്കെ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നാലും ക്ലൈമാക്സ് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. റൈറ്ററിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, പുള്ളിക്ക് നല്ല മികച്ച കഥകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഡയലോഗ്സ് ഇച്ചിരി പ്രീച്ച് ചെയ്യായിരിക്കും. പുള്ളിയുടെ ഇതിന് മുന്നേ വന്നിട്ടുള്ള ചിത്രത്തിലെ ഡയലോഗ്സ് ഇച്ചിരി പ്രീച്ച് ചെയ്യാണ്ടാണ് മേ ബി, എനിക്കറിയത്തില്ല ആ സിനിമ അത്ര വർക്കൗട്ട് ആവാഞ്ഞത്. പക്ഷേ അതിന് മുന്നേ ജനഗണമനയിലുള്ള റൈറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രീച്ച് ചെയ്യാണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിലും, അതായത് എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് ഡയലോഗ്സ് വരുന്നതെങ്കിലും ആ സ്റ്റോറി പോകുന്ന ആ ഒരു എമോഷനിലും കാര്യങ്ങളിലും നമുക്ക് അത്രത്തോളം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകും. ആ സെയിം മാജിക്ക് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഡയലോഗ്സൊക്കെ കുറച്ച് പ്രീച്ച് ചെയ്യണമെങ്കിലും പക്ഷെ ഗംഭീരമായിരുന്നു, നല്ല രീതിക്ക് തന്നെ സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും മികച്ച രീതിയിലാണ് അഭിനയിച്ചേക്കുന്നത്. ആൻഡ് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ശരിക്കും വിചാരിച്ച ദിലീപ് ഒക്കെ ഫീൽഡ് ഔട്ടായി പോയി, പണ്ടത്തെ ഒരു കരിസ്മയില്ല, എന്തോ പുള്ളി ഓവറായിട്ട് പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മേ ബി ഡയറക്ടറിൻ്റെ നിന്ന് കിട്ടുന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിലുള്ള ഇഷ്യൂസാണോ സ്റ്റോറി നല്ലപോലെ കിട്ടാത്തതാണോ, പക്ഷേ ഈ വട്ടം എല്ലാം കറക്റ്റായിട്ട് അലൈനായി വന്നേക്കുവാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലം ദിലീപ് ചിത്രം തന്നെയായിരുന്നു ഈ സിനിമ. കൂടുതലൊന്നും ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. നല്ലൊരു ഈവനിങ് നിങ്ങളുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ പോയി കാണേണ്ടതാണ്.